ഇന്നിപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നല്ല മഴയൊക്കെ പെയ്യുന്ന ദിവസം തന്നെ. അപ്പോൾ എന്താ വെച്ചാൽ അതുകൊണ്ട് നമുക്ക് നല്ലൊരു ചക്ക എരിശ്ശേരി രസമാണല്ലോ. ഏകദേശം ചക്കയൊക്കെ കഴിയാനായി. അപ്പോൾ ഈ പ്ലാവുമ്മലെ ചക്ക കഴിഞ്ഞു ഇവിടുത്തെ. അപ്പോൾ ഇനി അതാണിത് അവസാനത്തെ ചക്കയാണ്. അപ്പോൾ ഏതായാലും അതുകൊണ്ടാണ് ഇപ്പം ഇന്ന് നമ്മൾ എരിശ്ശേരി വെക്കുന്നത്, ചക്ക എരിശ്ശേരി. അതാണ് പ്രധാന കറി. പിന്നെ ഇപ്പം നമുക്കുള്ളത് ഇനിതാ, പിന്നെ കോഴിമുട്ട വറുത്തത്, അതൊക്കെയാണ് ഇപ്പം ഇന്നത്തെ ഉച്ചയ്ക്ക് ഊണുണ്ടാക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക. നമ്മുടെ യൂസുഫ് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തേങ്ങ ചിരവിയത് ആദ്യം നമുക്ക് ഇത് അരച്ച് കൊണ്ട് വെക്കണം. അതാണ് ആദ്യം ചെയ്യുന്നത്. ചെറിയ ജീരകവും പിന്നെ വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്കിന്ന് ചക്ക എരിശ്ശേരിയാണ് ഇപ്പോൾ. അതാണ് നമ്മളെ പ്രധാന കറി. അപ്പോൾ ഏതായാലും എന്നാൽ ചക്ക ഒരു പകുതി കഷ്ണം, ഒരു വലിയൊരു ചക്കേൻ്റെ പകുതി, അതാണ്. അപ്പം ഇനിയിപ്പോൾ അത് ഒക്കെ ഒന്ന് മുറിച്ച് നേരാക്കട്ടെ. ഓക്കെ, ചുള പറിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണം അരിയാൻ. അപ്പോൾ അതാ ഒരു ചക്കേൻ്റെ പകുതിയാണിത്. അപ്പോൾ അത് ആണ് നമ്മൾ എടുക്കുന്നത്. ഈ ഒരു 4 കഷ്ണം ആക്കി അതിലൊരു 3 കഷ്ണം എടുക്കാം. ഒരു കഷ്ണം പിന്നെ അവിടെ നിൽക്കട്ടെ, കുറച്ച് പഴുപ്പിക്കാമല്ലോ. ചെറിയൊരു കഷ്ണം അവിടെ വെച്ചു. ഇപ്പോൾ ഇത് എടുക്കാം. ഇതന്നെ ഉണ്ട്, അത്യാവശ്യം നല്ലോണ്ട്. ഇത് ചുളയ്ക്കൊന്ന് പറിച്ചെടുക്കാം. കണ്ടോ, അത്യാവശ്യം നല്ല വലിയ ചുളയാണ്. ഇതിപ്പോൾ ഇവിടെയുള്ള പ്ലാവിൻ്റെ തന്നെയാണ്. ഇതാ നമ്മളതൊക്കെ ഒന്ന് പറിച്ചെടുത്തു. ഇനിയിപ്പോൾ അത് അരിയാണ്. അരിയിൽ ഇനി അമ്മയാണ്. ഇന്ന് നമുക്ക് ഇതാണ് നമ്മളെ പ്രധാന കറിയായിട്ട് തന്നെ എടുക്കുന്നത്. ചക്ക എരിശ്ശേരി ആക്കിയിട്ടാണ് വയ്ക്കുന്നത്. ഏറെക്കുറെ ഈ കൊല്ലത്തെ ഇപ്പോൾ ഇവിടുത്തെ ആ ഒരു ഗ്രാമത്തെ ചക്ക കഴിഞ്ഞു. ഇനിയിപ്പോൾ ചക്കക്കുരു ഒരു 2-3 എണ്ണം അതും അതിൽ ചേർക്കാം. ചക്കക്കുരു പിന്നെ അവിടെ എടുത്ത് വെച്ചാൽ പിന്നെ മുരിങ്ങയിലേ അത് ജീരേൻ്റെ ഇല, വെള്ളരിക്ക ഇതിൻ്റെയൊക്കെ കൂടെ കറിയിലിടും ചെയ്യാമല്ലോ. ഇതാ ഈ 2 പാത്രത്തേക്ക് ഉണ്ട്, ഇതിൽ കുറച്ചുണ്ട്. ഇപ്പോൾ നമ്മൾ മൺചട്ടിയിലാണ് വെക്കുന്നത്. ഒക്കെ കഴുകലോ കഴിഞ്ഞു. ഇനി ഇതാ അതിലേക്ക് അത് മൺചട്ടിയിലിടാം. ഇനിയിപ്പോൾ ഈ ഒരു പാത്രത്തിലുള്ള കൂടി, ഈ 2 പാത്രത്തിലായിട്ടാണത് കണ്ടോ. അത് ചട്ടിയിൽ നിറച്ചുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി അത് ചേർക്കാം. ഉപ്പ് പിന്നെ ആവശ്യത്തിന് പിന്നെയും ചേർക്കാം. ഇതാ വെള്ളം. അത് നമ്മൾ വേവിച്ച് ഇങ്ങനെ എടുക്കാം. ഇതിപ്പോൾ ചട്ടിയിലായതുകൊണ്ട് ഇങ്ങനെ ഉണ്ട് അടച്ചു വെച്ചിട്ടൊക്കെ ഇങ്ങനെ വേവിച്ചെടുക്കുകയാണ് ഞങ്ങൾ. അത്യാവശ്യം ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. ഒന്ന് ഒതുങ്ങി. പിന്നെ നന്നാക്കി ഒന്നുണ്ട് വേവിച്ച് ഉടയ്ക്കാൻ മതി, ഉടച്ചെടുക്കാമല്ലോ. അതാ നമ്മൾ അരച്ച് വെച്ച് ചേർക്കാം. വെളുത്തുള്ളിയൊക്കെ ചേർത്ത് അരച്ചതാണ്. ലേശം കുരുമുളകിൻ്റെ 2 കുരുമുളക് മണി ഉണ്ടായിരുന്നു, അത് അതിൽ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കറിവേപ്പില നമ്മൾ ഇങ്ങനെ നേരത്തെ തന്നെ ഒന്ന് പച്ചയ്ക്ക് ഇങ്ങനെ സാധാരണ പോലെ തന്നെ ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണയിൽ കടുക്, കറിവേപ്പില, വറ്റൽമുളക്, പിന്നെ തേങ്ങ ചിരവിയത് കുറച്ച്. ഇതാണ് നമ്മൾ വറുക്കുന്നത്. ഇതാണ് വറുത്ത് ചേർക്കുന്നത്.
അപ്പോൾ എരിശ്ശേരിയൊക്കെ ഉണ്ടായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അതാ കോഴിമുട്ട വറക്കാനുള്ളത്. ഇത് നമ്മൾ ചെറിയ ഉള്ളിയാണ് ഇന്നിപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ചെറിയ ഉള്ളി അത്യാവശ്യം വലുപ്പമുള്ള ഉള്ളി തന്നെയാണ്. അത് നമുക്ക് ചെറുതാക്കി ഒന്ന് അരിയാം. പിന്നെ പച്ചമുളകാണ് പിന്നെ ഒന്ന് ചേർക്കുന്നത്. കൂടുതലും ഞങ്ങൾ കുരുമുളക് പൊടി മാത്രം ചേർത്തുകൊണ്ടാണ് ഉണ്ടാക്കൽ. ഇന്നിപ്പോൾ ഇങ്ങനെയാണ്. അതിവിടെ അരിഞ്ഞത്. ഇനിയിപ്പോൾ ഇതാ കോഴിമുട്ട, 2 കോഴിമുട്ട. നമുക്കിതാ കുറച്ച് കുരുമുളക് പൊടി ഇതിലും ചേർക്കാം, അധികമില്ല. ലേശം ഇതാ പൊടിയുപ്പ് അതും ചേർക്കാം. ഇനി ഇതാ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഇതാ അതിലേക്ക് നമുക്കിത് ഇളക്കി വെച്ചത് അതിന് ചേർക്കാം. ഇത് ഉപ്പേരി പോലെ ഉണ്ടാക്കുന്നത്. ഇതാ അങ്ങനെ ഒരു ഉപ്പേരി പോലെ അങ്ങനെയാണ്. അപ്പോൾ അതാ ഊണ് കഴിക്കുകയായി, എല്ലാം ഇവിടെ റെഡിയായി വിഭവങ്ങളൊക്കെ. ഇതാ നമ്മളെ എരിശ്ശേരി കുറച്ചൊരു വെള്ളത്തോട് കൂടി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്നുകൂടിയും കട്ടയാക്കി എടുക്കാം. അത് പിന്നെ ചോറിന് വേറെ കറികളില്ലാത്തതുകൊണ്ട് ഒന്നുണ്ട് അങ്ങനെ ആക്കിയതാണ്. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ലേ. പിന്നെ ഇതാ കോഴിമുട്ട വറുത്തതും പപ്പടം കാച്ചിയതും അങ്ങനെയാണ് ഇപ്പം ഇന്ന്. സാധാരണ ഉള്ളൊരു ഒഴിച്ചു കറി ഇല്ലാതെ നല്ല രസമാണ്. നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ ചക്കയുള്ള കൂട്ടാനോ എരിശ്ശേരിയോ ഒക്കെ നല്ല രസമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയും നമുക്കടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.